തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയാരവങ്ങൾ അവസാനിച്ചു. പ്രസിഡന്റ് പദവിയിലേക്ക് ഇനി ആരൊക്കെ? മുന്നണികളിൽ ചർച്ചകൾ സജീവമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതികൾ ഡിസംബർ 21 സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഭരണസമിതിയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പദവികളിലേക്ക് ആരൊക്കെ എന്നത് സംബന്ധിച്ച് മുന്നണികളിൽ ചർച്ചകൾ സജീവമാണ്. UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഭരണം നിലനിർത്തിയ അളഗപ്പനഗർ പഞ്ചായത്തിൽ വാർഡ് 2 നിന്ന് വിജയിച്ച കെ രാജേശ്വരിയുടെ പേര് തന്നെയാണ് കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. പഞ്ചായത്തിന്റെ ഭരണസമിതിയിൽ 1/4 നൂറ്റാണ്ട് പിന്നിട്ട രാജേശ്വരി പരിചയസമ്പത്തും നേതൃപാടവവും കൈമുതലായുള്ള വനിതാ നേതാവാണ്. വാർഡ് 5 നിന്ന് വിജയിച്ച ഭാഗ്യവതി ചന്ദ്രനും പരിഗണനാ പട്ടികയിലുണ്ട്. പ്രസിഡന്റ് സ്ഥാനം SC വനിതാ സംവരണമായ വരന്തരപ്പള്ളി പഞ്ചായത്തിൽ UDFിലെ മീന മദനൻ പ്രസിഡന്റാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. LDFിൽ നിന്ന് ഭരണം തിരിച്ചുപിടിച്ചതിന്റെ മികവിലാണ് ഇവിടെ UDF. ഭരണം നിലനിർത്തിയ തൃക്കൂർ പഞ്ചായത്തിൽ സുന്ദരി മോഹൻദാസിന്റെ പേര് തന്നെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണനയിലുള്ളത്. കഴിഞ്ഞ ഭരണസമിതിയിൽ ഇവിടെ പ്രസിഡന്റ് പദവി 3 പേർക്കായി പങ്കുവച്ചിരുന്നു. UDF ഭരണം നിലനിർത്തിയ പുതുക്കാട് പഞ്ചായത്തിൽ വാർഡ് 9 നിന്ന് വിജയിച്ച രതി ബാബുവിനാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണന. ജോളി ചുക്കിരി, ജോഷി ജോയ് എന്നിവരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. LDFിന്റെ ശക്തി കേന്ദ്രമായ നെന്മണിക്കര പഞ്ചായത്തിൽ ഇത്തവണ പ്രസിഡന്റ് പദവി വനിതാ സംവരണമാണ്. വാർഡ് 11 നിന്ന് വിജയിച്ച VT വിജയലക്ഷ്മിയാണ് ഇവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ മുൻപന്തിയിലുള്ളത്. LDF ഭരണം നിലനിർത്തിയ പറപ്പൂക്കര പഞ്ചായത്തിൽ വാർഡ് 17 LDF സ്വതന്ത്രയായി മത്സരിച്ച ബീന സുരേന്ദ്രന്റെ പേരിനാണ് മുൻഗണന. കഴിഞ്ഞ ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റായിരുന്ന ബീന സുരേന്ദ്രൻ ഇത്തവണ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുമെന്നാണ് സൂചന. അതേസമയം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യോഗ്യതയുള്ള നിരവധി വനിതകളുണ്ടെന്നും തീരുമാനം ആയിട്ടില്ലെന്നും പാർട്ടി വൃത്തങ്ങൾ പറയുന്നു. LDF ഭരിച്ചിരുന്ന മറ്റത്തൂർ പഞ്ചായത്തിൽ ഇത്തവണ ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയായിട്ടില്ല. നിലവിൽ 10 സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടുള്ളത് LDF തന്നെയാണ്. 8 സീറ്റുകളുള്ള UDFന് 2 വിമതരുടെ പിന്തുണ ലഭിച്ചാൽ അവരും 10 സീറ്റിലേക്കെത്തും. ഇങ്ങനെ വന്നാൽ മറ്റത്തൂർ പഞ്ചായത്തിന്റെ ഭരണം നറുക്കെടുപ്പിലൂടെയായിരിക്കും തീരുമാനിക്കുക. LDFിൽ നിന്ന് CC ബിജുവിന്റെ പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണനയിൽ എന്നാണ് സൂചന. UDFന് ഭരണം ലഭിക്കുകയാണെങ്കിൽ ലിൻഡോ പള്ളിപ്പറമ്പനും സാധ്യതയുണ്ട്. അതേസമയം 2 സ്വതന്ത്രന്മാരുടെ പിന്തുണ ലഭിക്കുകയാണെങ്കിൽ അവരുടെ നിലപാടുകളും പ്രസിഡന്റ് പദവിയിൽ നിർണായകമാകും. ഈ പേരുകൾ ഒന്നുമല്ലാതെ ചില അപ്രതീക്ഷിത പേരുകളും ഒരുപക്ഷെ നേതൃനിരയിലേക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും മുന്നണികളിൽ ചർച്ചകൾ സജീവമാണ്. പരിചയസമ്പത്തും നേതൃപാടവവും ജനപിന്തുണയും ഒക്കെ കണക്കിലെടുത്താകും ചർച്ചകൾക്കൊടുവിൽ പഞ്ചായത്തിന്റെ സാരഥികളെ മുന്നണികൾ തീരുമാനിക്കുക.